എല്ലാം ഇറങ്ങിയിട്ട് 1 വീക്കായി, ഒരു 10 ദിവസത്തിനടുത്തായി. ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് നന്ദിയോടും കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നത്. നമ്മുടെ ഹീറോ രഞ്ജിത്ത് സജീവ്, പുള്ളിക്ക് എത്താൻ പറ്റിയിട്ടില്ല. പുള്ളി ഹാഫിൻ്റെ ഷൂട്ടിങ്ങിന് രാജസ്ഥാനിൽ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് വരാത്തത്. നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അന്വേഷണമോ അല്ലെങ്കിൽ ഒരു നന്ദിയും ഒക്കെ പറയാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സിനിമ ഇറങ്ങി വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് അറിയാൻ പറ്റും. അത്യാവശ്യം തരക്കേടില്ലാത്ത ആൾക്കാരുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഫാമിലിയാണ് കൂടുതലൊരു സിനിമ ഏറ്റെടുത്തത്. ഒപ്പം ഒരു കുറച്ച് യുവാക്കളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തിയേറ്റർ വിസിറ്റ് പോയപ്പോൾ വളരെ അവർ നേരിട്ട് അവരുടെ ഒരു സന്തോഷവും അവരുടെ ഇഷ്ടം നമ്മുടെ അടുത്ത് പങ്കുവെച്ചത് കണ്ടാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലും കോൺഫിഡൻസിലുമാണ് നിങ്ങളുടെ മുന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സിനിമയ്ക്ക് ആ സിനിമ അറിയിക്കുന്ന രീതിയിലുള്ള നല്ല പ്രതികരണം, പ്രത്യേകിച്ച് ഒരുപാട് സിനിമ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ നല്ല അഭിപ്രായമാണ് ഇതിന് മൊത്തത്തിൽ നൽകിയത്. വലിയ വിമർശനങ്ങൾക്ക് വിധേയമായില്ല ഈ സിനിമ. അതൊരു വലിയ കാര്യമാണ്. കാരണം ഈ വിഷയം അതിനൊരിക്കലും അങ്ങനെ വിമർശിക്കാൻ തോന്നുന്നൊരു വിഷയമല്ല. കാരണം ഇതിൽ സത്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇനിയും ഈ സിനിമ കുറേ കൂടെ നന്നായിട്ട് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറേ കൂടെ കൂടുതൽ ആളുകൾ കാണേണ്ട ആവശ്യമുണ്ട്. ഒരു പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അവർ മാക്സിമം സിനിമയെ ഈ സബ്ജക്റ്റ് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യം ഇപ്പോഴും അവർ നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അതൊരു പ്രചോദനമാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ കട്ടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കും പ്രൊമോഷനും ഇതുപോലെ തന്നെ കൂടെ നിൽക്കാനും എല്ലാത്തിനും തോന്നും. അതായത് ഇപ്പോഴും ആ ഒരു നല്ല സിനിമ എടുത്തതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം, ഇനി ഇത് ഒരുപാട് ആളുകൾ കാണണമെന്നുള്ളൊരു ആഗ്രഹം, അതൊക്കെയാണ് നിർമ്മാതാക്കൾക്കുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മീഡിയാസാണ്. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനെ നമ്മൾ കുറച്ച് കാണുകയല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഈ സിനിമയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നന്ദി. തിയേറ്റേഴ്സിൽ ഇത്രയും നല്ല അഭിപ്രായത്തോടെ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഒരു സർറിയൽ മൊമെൻ്റ് ആണ്. ഞാൻ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമായ ഒരു ഫീലാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അത് ഏറ്റെടുത്ത് ഇത്രയും ഒരു ആ സിനിമ അർഹിക്കുന്ന പോലെ ഒരു വിജയം തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും ആൾക്കാരിലേക്ക് എത്താനുണ്ട്, അതെത്തിക്കാനുള്ള ശ്രമമാണ്. സോ നന്ദി. ജോണി ചേട്ടാ അന്ന് പറഞ്ഞായിരുന്നു ഈ സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയാണ്. കേരളത്തിലെ ഓരോ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയായിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെയാണ് തിയേറ്ററിൽ അതുപോലത്തെ നല്ല നല്ല റിസൾട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും കാണാനായിട്ട് പോലും ഫോൺ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പേരൻസിന്റെ ഒരു കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇത് സമൂഹത്തിനൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റാതെ പുറം രാജ്യത്ത് ജീവിക്കാൻ വരുന്ന ഒരു തലമുറയുടെ കഥ കൂടെയാണിത്. ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പം എനിക്ക് തന്നെ ഇത് പുറത്ത് കൊണ്ടുവരണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നോ? ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഈ ക്യാരക്ടറിലൂടെ എനിക്ക് തന്നെ ഈ മെസ്സേജ് കൊടുക്കണം എന്ന് തോന്നിയായിരുന്നോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തന്നെ? അല്ല, ഞാൻ അതിനകത്തൊരു ടൂളല്ലേ. നമ്മളിപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിർമ്മാതാക്കളുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മാതാക്കളുണ്ട്, ഒരു സംവിധായകനുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്. അപ്പോൾ ഈ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യുന്നതുകൊണ്ട് നല്ല റോളല്ലേ. ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ ചെയ്ത റോളാണ്, ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണ്. എനിക്കൊന്ന് എത്രയും ഞാൻ എൻ്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് റോളാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യുക എന്നുള്ളതുള്ളൂ. അതിനകത്ത് പിന്നെ മുന്നും നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ റോളല്ല വേറെ റോളാണെങ്കിലും ഞാൻ ചെയ്യും. ചേട്ടപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കൊണ്ടാണോ? ഇത് നമ്മൾ പണ്ട് മുതലേ ഞാൻ പറഞ്ഞില്ല, ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ 1-2 ഗൾഫുകാരായിരുന്നു. അല്ലെങ്കിൽ ഇടയ്ക്ക് എല്ലാ പഞ്ചായത്തിൽ 2 പേരൊക്കെ ആയിരിക്കും അമേരിക്കയിലുള്ളത്. ഇല്ല, വളരെ കുറച്ച് 1-2 പേര് ജർമ്മൻ നേഴ്സുമാരാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കൂടുതലായിട്ട് ഈ യൂറോപ്പിലേക്കൊക്കെ. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹോദരിമാർ ഒരുപാട് പേര് നേഴ്സിംഗ് സർവീസ് നന്നായി ചെയ്ത് അങ്ങനെ പോയി. പിന്നെ കല്യാണം കഴിച്ച് വിടുന്ന ആണുങ്ങളും പോയി. അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു. അപ്പം ഒരുപാട് പിന്നീട് ഓരോ വർഷം കഴിയുന്നതോറും ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി. അപ്പോൾ കൂടുതലും ശമ്പളം, നല്ല സാലറി കിട്ടുന്നു, നല്ല ഒരു പ്രത്യേകതരം സ്ഥലങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു സുഖവും കൊതിയും നോക്കിയിട്ടാണ് ആൾക്കാർ പോകുന്നത്.
ഇതിനകത്ത് പോയതിൽ 80% സക്സസ് ആയിട്ടുമുണ്ട്. ഇതിനൊന്നും കുറച്ച് കാണുകയല്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നൊരു കാലം വന്നേക്കാം. അതിനുവേണ്ടിയൊക്കെ നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം, കൊതിക്കാം. തീർച്ചയായിട്ടും. അരുൺ ചേട്ടാ, എടുത്ത് ചെയ്യണം തോന്നിയ ഒരു പ്രചോദനം എന്താണ്? കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ചെയ്തത് കൊമേഴ്ഷ്യൽ കോമഡി ആയിട്ടുള്ള ഇതായിരുന്നു. ഇങ്ങനെ സീരിയസ് ആയിട്ട് സബ്ജക്ട് എന്നിലൂടെ ഇത് പറയണം തോന്നിയ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? തീർച്ചയായിട്ടും നാടിനുള്ളൊരു സ്നേഹം ഭയങ്കരമാണ്. അപ്പോൾ ഒരു ഗുണ്ടജയം പോലത്തെ ഒരു ഹ്യൂമർ സിനിമയായിട്ട് അടുത്തൊരു സബ്ജക്റ്റ് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ പ്രൊജക്റ്റിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടില്ല, എൻ്റെ വീട്ടിൽ 6 പേര് UK-ലാണ്. അപ്പം അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമല്ല. ഞാൻ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യില്ല. പക്ഷേ അവരെങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവർക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാണ്. കാര്യം ഫാമിലിയായിട്ട് അത്രയും ബോണ്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് എന്നാലോചിക്കണം, എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, എൻ്റെ അച്ഛന് 70 വയസ്സായി, അല്ലെങ്കിൽ അമ്മയ്ക്കും ഏകദേശം അടുത്തത്ര വയസ്സായി, അത്യാവശ്യം അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സന്തോഷവും ഇതൊക്കെ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ അപ്പുറത്തെ വീട്ടിലൊരാളെ വിളിച്ചിട്ട് അവിടുന്ന് കാനഡയിൽ നിന്നോ UK-യിൽ നിന്നോ വിളിച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് പറയുക എന്നുള്ളൊരു അവസ്ഥ പല ആൾക്കാരും പല വീട്ടിലും. ഞാൻ പണ്ട് വെഡ്ഡിങ് വീഡിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഫ്യൂണറൽ എടുക്കാൻ പോകാറ്. അപ്പോൾ ഞാൻ ഈ ഫ്യൂണറൽ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പോണത് കൂടുതലും അമേരിക്കയിലും കാനഡയിലേക്കുള്ള ആൾക്കാർക്ക് അവരുടെ അപ്പൻ്റെ അമ്മയുടെയും മരണം ശവാടക്ക് കാണാൻ വേണ്ടിയിട്ട് ആണ്. അതൊരു വല്ലാത്തൊരവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരിട്ടുള്ള പോലെ അത് കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. പക്ഷേ ഓക്കെ, ശരിയാണ്, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് രക്ഷപ്പെട്ടവരുണ്ട്, അതല്ലെങ്കിൽ അത് നമ്മുടെ നാടിന് ഗുണമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ചില അവസരങ്ങൾ നോക്കാതെ, നമ്മളിപ്പോൾ ഈ പടത്തിൽ ഒരിക്കലും പുറത്തോട്ട് ആൾക്കാർ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. അത് എടുത്തു പറയുകയാണ്, ഒരിക്കലും പറയാനുള്ള നിങ്ങളാരും പുറത്തോട്ട് പോവല്ലേ എന്നല്ല പറഞ്ഞത്. നമ്മൾ പുറത്തോട്ട് പോകാനൊക്കെ ചിന്തിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യണം, അതിനുവേണ്ടി ട്രൈ ചെയ്യണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെല്ലാം ഈസി ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടിനെ അതിജീവിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആൾക്കാരുടെ കൂടെ, അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കാൻ പറ്റിയാൽ അതൊരു വേറൊരു സുഖമാണ്. അതിപ്പോൾ അനുഭവിക്കണം, നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പലരും പുറത്തോട്ട് പോകാനൊക്കെ നിർബന്ധിച്ച ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. നമ്മൾ അങ്ങനെയാണ് സിനിമയിൽ പറയുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ ഇങ്ങനൊരു സിനിമ ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹം. അത് തന്നെയായിരുന്നു. ഓക്കെ, ഇങ്ങനെ നിൽക്കാം, ഞാൻ എന്തായാലും പുറത്തോട്ട് പോകില്ല. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയിൽ കൂടി പറയാൻ ശ്രമിച്ചത്. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരത് നെഗറ്റീവായിട്ടും കാണുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ പുറത്തോട്ട് പോവല്ലേ എന്നൊരിക്കലും നമ്മൾ പറയത്തില്ല. എല്ലാവരും ഇഷ്ടമാണ്, ചോയ്സാണ്. ഇപ്പം നിങ്ങൾക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പോവാം, ഇവിടെ നിൽക്കേണ്ടവർക്ക് നിൽക്കാം. പക്ഷേ എപ്പോഴും ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഒക്കെ നമുക്ക് അഭിമാനമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നുകൂടാ? ഇപ്പോൾ ജോണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്താലേ നടക്കുള്ളൂ. നമ്മുടെ ബ്രാൻഡ് അവർ യൂസ് ചെയ്യണം എന്നുള്ളൊരു എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഒരിക്കലും നടക്കില്ലായിരിക്കാം, പക്ഷെ സ്വപ്നം കാണാമല്ലോ. അപ്പോൾ ആ തോട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ടായത്. വീഡിയോ ഇപ്പം നമ്മൾ ഒരുപാട് ഈ 1 വീക്കായിട്ട് പല സ്ഥലത്ത് തിയേറ്റർ ഫെസ്റ്റ് പോയി. അതിലൊരു 500 പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 പേരുടെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇതിനേക്കാൾ ഇമോഷണലായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് ഞങ്ങളുടെ വീഡിയോ കാണിക്കല്ലേ എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോകളുണ്ട്. ഇതിലും ഇപ്പോൾ ഇന്നലെ ഞാൻ വനിതയിൽ പോയ സമയത്ത് ഒരു 90% ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ക്ലൈമാക്സ് കണ്ടാണല്ലോ. അപ്പോൾ ആ ഷോട്ടായപ്പോൾ കൈ അടിച്ചപ്പോൾ ഞങ്ങൾ സാരംഗി മൊബൈലിലൊക്കെ വീഡിയോ എടുക്കണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ആൻറ്റി അവിടെ നിന്ന് നടന്നു വന്നിട്ട്, അപ്പോൾ നമ്മൾ വെച്ചാൽ പുറത്തോട്ട് പോകാനാണ്. പക്ഷെ അവർ വന്നപ്പോൾ അവരിങ്ങനെ തലകറങ്ങി വീഴാൻ പോണ അവസ്ഥയിലാണ് എന്നെ മൂസയും വന്ന് പിടിച്ചിട്ട് അവർ പൊട്ടിക്കഴിഞ്ഞിട്ട്. എനിക്ക് വേറെ ആരും പറയാത്തൊരു കമൻറ്റ് അവർ പറഞ്ഞു. ബാക്കി എല്ലാവരും പറഞ്ഞു എൻ്റെ മോനെ പുറത്തോട്ട് വിട്ടു, വിഷമായി, ഇനി ഇവിടെ നിൽക്കണ്ട ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എൻ്റെ മകൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം ഞാൻ അവൻ്റെ അടുത്ത് ഇതുവരെയും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ. അതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ. അല്ലാണ്ട് പുറത്തോട്ട് പോകണതോ അകത്തോട്ട് പോകണം അതൊന്നല്ല. എൻ്റെ മകൻ്റെ ആഗ്രഹം എനിക്ക് ഇതുവരെയും ചോദിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് എൻ്റെ മൂസയുടെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ അമ്മ കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തലകറങ്ങി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറേ നമ്മൾ വീഡിയോ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് നമുക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റും, ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പറയിപ്പിച്ച വീഡിയോസ് അല്ല.
ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാൻ വന്ന പിള്ളേരുടെ അടുത്ത് ചോദിച്ചറിയാം, അവർ കണ്ടിട്ട് ഇമോഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഓഡിയൻസിലേക്ക് സിനിമ എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ഇത് കൂടുതൽ എത്താനുണ്ട്. കാര്യം അറിയാമല്ലോ, ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു ടൈം എടുക്കും. അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ ചോദിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വിജയം കണ്ടൊരു സിനിമയാണ് കൽബ്. രഞ്ജിത്തിന്റെ അതേപോലെ തന്നെ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ അതിലും കുറച്ചും കൂടി മൂവ്മെന്റ് ഇപ്പം ഈ നമ്മുടെ UK വന്നിട്ടുണ്ട്. എങ്കിൽ പോലും തിയേറ്ററിൽ വലിയൊരു ഇടിച്ചു കയറ്റം വരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു OTT വരട്ടെ എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതിന്റെ കാരണം വെച്ചാൽ ഇപ്പൊ ഒരു ഇടിച്ച് തള്ളി കയറേണ്ട പോലത്തെ ഒരു സിനിമയല്ല നമ്മുടെ കയ്യിൽ. ഇപ്പൊ ഒരു മാസോ അല്ലെങ്കിൽ ഒരു അറിയാലോ, ഇപ്പൊ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി യൂത്ത് ഫാമിലി എന്റർടൈനർ നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു ഇടിച്ച് തള്ളി കയറി കാണുന്ന പടമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, നമ്മൾ May 23 റിലീസ് വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ ഇടയിൽ വന്ന് മഴ വന്ന് അതിൻ്റെ ഇടയിൽ നമ്മൾ തലേ ദിവസം ബുക്ക് മൈ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് വേണ്ടാന്ന് തീരുമാനം എടുത്തത്. നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഓഡിയൻസിലേക്ക് എത്താൻ, ഫാമിലി ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് അതുപോലത്തെ ഒരു സ്ലോട്ട് വേണം. അതുപോലത്തെ സ്ലോട്ട് കിട്ടി. നല്ല, നിങ്ങൾക്കറിയാം, നമുക്ക് ആ ഇറങ്ങിയ അന്ന് മുതൽ നമ്മുടെ പ്രതികരണങ്ങൾ, പ്രേക്ഷകൻ്റെ ഇപ്പോൾ ഒരു 100 പേര് ഇരുന്നാൽ 80 പേർക്ക് ആ സിനിമ ഇഷ്ടാവുള്ളൂ. അതാണ് നമുക്കറിയാം. നന്നായിട്ട് ആ ബാക്കിയുള്ള 20 പേര് ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാകും. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്. പക്ഷേ നമ്മൾ ആ 80 പേരാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് ഈ മഴ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ വരാനൊരു സമയം എടുക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ നമുക്ക് എനിക്കൊന്ന് ചൊവ്വ ബുധൻ വ്യാഴം നമ്മൾ കുറച്ചൊരു ഡൗൺ ആയി, ഞങ്ങൾ ചെറിയതായിട്ട് ടെൻഷൻ അടിച്ച്. ഫ്രൈഡേ നമ്മുടെ പടം പിന്നെയും കയറി, ഇന്ന് ഇപ്പോൾ സാറ്റർഡേ പിന്നെയും കയറി. അപ്പോൾ അത് ആ ആൾക്കാർ എത്താനുള്ളൊരു സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും OTT സിനിമയാണ്, ഇതൊരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ മറ്റുള്ള രഞ്ജിത്തിൻ്റെ എല്ലാ സിനിമയും നമ്മളെ സംബന്ധിച്ചറിയാം, തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയ പടം നമ്മുടെയാണ്. അത് പിന്നെ മാർക്കറ്റ് ചെയ്യാനും അതിനൊക്കെ ചില സാഹചര്യം മോശമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് നാട്ടിലില്ല. അയാൾ ഹാഫിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അയാൾ ഡേറ്റ്സുകൾ മാറ്റി വെച്ചാൽ നമ്മുടെ പടത്തിന് വേണ്ടി. പക്ഷെ ഒരു മാസം നമ്മുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ അയാൾക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ എല്ലാ ദിവസവും വിളിക്കും, വലിയ ടെൻഷനിലാണ്. അവിടെ നമ്മുടെ യുദ്ധം നടന്ന സമയത്ത് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി മാറ്റിവെക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പം അതുപോലെയുള്ള മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഇറങ്ങാനാകുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചില തിരക്കുണ്ട്. നമ്മൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, തിയേറ്ററിസ്റ്റും കാര്യങ്ങളും. പക്ഷേ സ്റ്റിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ മൗത്ത് പബ്ലിസിറ്റിയിൽ കയറും. അതിന് തിയേറ്ററിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് വേണം. അതൊക്കെ പ്രൊഡ്യൂസേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപക്ഷെ ഇപ്പം മനോജ് കെജയന്റെ ക്യാരക്ടർ, അതായത് മുഖ്യമന്ത്രിനെ കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ അത്രയേറെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് ഇവിടെ നിന്നല്ല എല്ലാ രാജ്യത്തും എല്ലാ ഭരണകൂടത്തിലും എല്ലാം കാണുന്നതാണ്. എങ്കിൽ പോലും ഈ മാറിയ കാലത്തിലും അതിനൊരു മാറ്റമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതിനെ ആ ഒരു ഒരു സബ്ജക്റ്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇപ്പൊ പോസിറ്റീവ് മാത്രമല്ലല്ലോ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ വരാറുള്ളത്, പല സ്ഥലത്തുനിന്ന് നെഗറ്റീവ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ? കാരണം ചില സ്ഥലത്തുനിന്ന് പ്രതികരണം അങ്ങനെ ഒരു, അതായത് മുഖ്യമന്ത്രിയെ കാണാൻ ഇത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവരുടെ അനുകൂലികൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അത്ര വലിയ പാടാണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഒന്നാമത് നമ്മളെല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഇരിക്കുന്നത് ആ പാർട്ടിയിലെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മൾ ആ പാർട്ടിയായിട്ട് കുറച്ച് ബന്ധം കുറച്ച് കൂടുതൽ നമ്മൾക്ക് ഹെൽപ്പാവും ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിനെ കാണണം നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇതിലൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരൻ, അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു ദിവസം എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം, വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് രാവിലെ കാണണം എന്നല്ലേ ഉദ്ദേശിച്ചത്. അയാൾക്ക് പറയാൻ എന്തോ ഉണ്ടെങ്കിൽ, അയാൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെയോ ഇവിടുത്തെ സിസ്റ്റത്തിനും കുഴപ്പമില്ല. കാര്യം 3.25 കോടി ജനങ്ങളുള്ളൊരു സ്ഥലത്ത് ഈ 3.25 കോടി ജനങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിനെ കാണുന്നത് പറഞ്ഞാൽ അദ്ദേഹം വിട്ടുപോകും, നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ്, സിനിമയായിട്ട് കാണണം എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ നായകൻ അത്രയും എഫർട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാലേ ഉള്ളൂ ആ ഒരു സിനിമ ഇമോഷണലി കണക്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഭാഗം കൂടിയാണത്. അത് സിനിമയായിട്ട് കാണുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, സാധാരണക്കാരൻ്റെ ഒരു ഒന്നിലും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ അത്ര എളുപ്പമാണോ എന്ന് വെച്ചാൽ എനിക്കത് കറക്റ്റ് അറിയത്തില്ല. അതിന് ഓൺലൈൻ നമുക്ക് പരാതികൾ കൊടുക്കാം. ശരിക്കും അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാവരും മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി പരാതി പറയൽ അത് വർക്കൗട്ടല്ലത്, അവരുടെ തെറ്റല്ല.
പക്ഷെ സിനിമയിൽ കാണിക്കുമ്പോൾ നമ്മളൊരു ഹീറോ സംസാരിക്കുമ്പോൾ ഒരു CM ആയിട്ടെങ്കിലും സംസാരിച്ചാലാണ് നമ്മുടെ ഇത്രയും വലിയ ഇഷ്യൂ നമ്മൾ സംസാരിക്കണം. അത് കേവലം താഴെയുള്ള ഒരാളടുത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക്കിനൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ബോധപൂർവ്വം ഞാനത് അങ്ങനെ ചെയ്തു. അതൊരിക്കലും നെഗറ്റീവായിട്ടൊന്നുമല്ല. കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഈ സിനിമ കണ്ടിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കമന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ജോൺ ചേട്ടൻ്റെ അഭിനയത്തിൽ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു എന്താ പറയുക, നമുക്കൊരു അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ യുക്കിലുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉദാഹരണമായിട്ട് കാണിക്കാനായിട്ട്, അതായത് മകൻ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും തോറ്റു തുന്നമ്പാടി വരുന്ന ആള് ജയിച്ചു എന്നറിയുന്ന ആ നിമിഷം കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് എത്രത്തോളം ഒരു അപ്പന് എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അതിന്റെ 10 ഇരട്ടി ജോൺ ചേട്ടനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ജോൺ ചേട്ടൻ്റെതായിട്ട് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം? കാരണം വെച്ചാൽ ഇത്രയും ഡീപ്പായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്തായിരുന്നു? മെയിനായിട്ടും ഈ പറഞ്ഞ നമ്മുടെ അപ്പനും അമ്മയും ഉണ്ട്, അവർ മരിച്ചുപോയി. അവരുടെ വിഷമം ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ ഇപ്പം വലിയ ഈ പറഞ്ഞ ഇതുപോലുള്ള പിള്ളേരുള്ള എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങന്മാർ, എൻ്റെ ചുറ്റുപാടുകൾ, ഞാൻ ഒരു അപ്പനാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കാണുന്നത് ഈ വിഷമങ്ങളും ഇല്ലായ്മയും നമ്മൾ ഒരു മക്കളൊരു ആഗ്രഹം പറഞ്ഞാൽ എന്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ സാധിച്ചു കൊടുക്കും. കാരണം പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തും നമ്മൾ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അരുൺ എന്നോട് ഈ സിനിമ ചെയ്യുമ്പോൾ 2 സീൻ എന്നോട് പറഞ്ഞിരുന്നു. ഒന്ന് ഈ ജയിച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു പരിപാടി കാണിച്ചിട്ട് അതൊരു നമ്മൾ എന്നെ നോക്കാം, നമുക്ക് ദൈവം തരും, ആ സമയത്ത് നമുക്ക് ഇതാവും എന്ന് പറഞ്ഞു. പിന്നെ ഈ വൈഫ് വീഡിയോ കോൾ വരുമല്ലോ, ആ സീൻ ഞാൻ കണ്ടിട്ട് അതിനോടുള്ള, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ കോള് വരുന്നു. ഈ 2 സീനാണ് അരുണോട് പറഞ്ഞു കാണിച്ചിട്ട്. ഒന്ന് ആദ്യത്തെ അരുണ് ഞാൻ വെള്ളി എടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കോള് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം വെക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അരുണ് ഹാപ്പിയായിരുന്നു. അരുണ് കട്ട് ചെയ്ത് പറഞ്ഞാൽ അച്ചായനെ കാണിക്കുന്ന അച്ചായൻ ഭയങ്കര ഹാപ്പിയാവുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായി ഇത് എന്നുള്ളൊരു സംഭവം. പിന്നെ മറ്റേ സീനും ഈ പറഞ്ഞാൽ ഞാൻ ഉൾക്കൊണ്ട് നമുക്ക് വേറെ. പിന്നെ എനിക്ക് സങ്കടങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിരിപ്പിക്കാൻ മോശമൊന്നും ആയിട്ടല്ല, പക്ഷേ എനിക്ക് ചിരിൻ്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും സങ്കടം തന്നെയായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു. അപ്പോൾ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണ് നിറയുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ളൊരു വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ, കീറി മുറിച്ച് ആ എന്താ വ്യക്തിയിലേക്ക് തന്നെ കടന്നുകയറ്റുന്ന രീതിയിലാണ് ആ ഇത് ചെയ്തത്, റിവ്യൂ ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അശ്വിൻ ഗോകിന് പറയാൻ പറ്റും. അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വിൻ ഗോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യൻ്റെ വികാരം. ആളതിനെ തേച്ചൊട്ടിക്കായിരിക്കും, എന്നാലും എനിക്ക് പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവോലെ അളക്കുന്ന ആൾ. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അളവ് നല്ലതല്ല അയാൾക്ക്. കാരണം അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ട് ആരെങ്കിലും പറഞ്ഞു? ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല. അങ്ങനെയല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? അന്യനാട്ടിൽ പോയി ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക? അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ അവാർഡ് കിട്ടി, അതിന് അവാർഡ് കിട്ടി. ഒരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ലാതെ അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ അതിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹിറ്റ് കറക്റ്റ് വരുന്ന സമയത്ത് ഈ പൂക്കൾ 4 ദിവസം നിൽക്കത്തുള്ളൂ, മാക്സിമം 3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇതായി പോകും, ആ ഫ്രഷ്നെസ് പോകും. നമുക്ക് അതുപോലെ തന്നെ വേണം. അപ്പം അതുകൊണ്ട് അതെ, അത് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിയ ഇതാണ്. പിന്നെ നമ്മൾ ഒരു സ്ഥലം ഇത്ര ദിവസത്തേക്ക് അത് ലീസിനെടുത്തിട്ട് ആ സമയത്ത് കൃഷി ചെയ്യണ സമയത്ത് നമ്മൾ ഈ ആർട്ടിസ്റ്റിന് ഡേറ്റ് എടുത്ത് അങ്ങനെ കുറേ ഇത് ബുദ്ധിമുട്ടിയാണ്. പിന്നെ അത് ക്ലൈമാക്സിൻ്റെ ഒരു പഞ്ചായത്ത് ആദ്യം തന്നെ അത് കാണിച്ച് അത് ഒരിക്കലും മാർക്കറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ആൾക്കാർ കണ്ടു തുടങ്ങി, ഇപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അത് അങ്ങനെ ഒരു സസ്പെൻസ് ആക്കി വെച്ചത്.
റോണി ചേട്ടാ ഈ സബ്ജക്റ്റ് റോണി ചേട്ടാ ഈ സബ്ജക്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഇഷ്ടങ്ങൾക്ക് പുറകെ പോയിട്ട് കുറെ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ നഷ്ടത്തിലും കുറെ സന്തോഷം കണ്ടെത്താൻ കുറെ പേരുടെ ജീവിതം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലൊരാൾ അങ്ങനെ ഒരു ജീവിതമാണ് ചേട്ടന്റെ ജീവിതം അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടാൽ കണ്ടസ്കോഡ് കിട്ടും. അതെ. അല്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ചരിത്രത്തിൽ ഒരു ഏടായിട്ട് മാറും. കഷ്ടപ്പെടാതെ നമുക്ക് ഇങ്ങനെ പറ്റും. നമ്മുടെ അല്ലെ അത് കഷ്ടപ്പെടാതെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടില്ല. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ ജോജുവിന്റെ കാര്യങ്ങൾ പലതും ജോജു പറഞ്ഞു ഇങ്ങനെ 10-20 വർഷം നടന്ന കാര്യം. ഇപ്പോൾ ജോജുവിന്റെ ഒരു യാത്രയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് മാറി. അപ്പോൾ കമൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ പുള്ളിയോട് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ്. ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ സിസ്റ്റവും അതനുസരിച്ച് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവുള്ള സിസ്റ്റം അല്ല. നമ്മുടെ ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നൂലാമാലകളും പ്രശ്നങ്ങളും. നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മളിപ്പോൾ വിജിലൻസ് പൊക്കുന്നു, ഇവിടെ പൊക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ പേരെ നമ്മൾ കാണുന്നു. ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ച് നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർ തന്നെ നമ്മൾ പലയിടത്തും വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടത് നേടുന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് കിടങ്ങും. ചിലർക്ക് അതിന് ഭാഗ്യം ദൈവം കൊടുക്കും. ചിലർക്കത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വിജയം ഒരിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ ഉസൈൻ ബോൾട്ട് ഓടുന്ന 10 സെക്കൻഡ് താഴെയുള്ള സമയം നമ്മൾ കാണുന്നുള്ളൂ. അദ്ദേഹം എടുക്കുന്ന പ്രയത്നം ആണ് അദ്ദേഹത്തെ ലോക ചാമ്പ്യൻ ആക്കുന്നതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കിലേക്ക് പറയാൻ പറ്റുന്നത്. നല്ല കൃഷിക്കാരനായിട്ടാണ് കൃഷിയിലൂടെ ശരിക്കും പറഞ്ഞ ഒരു ജീവിതം നിലനിർത്താൻ പറ്റും, ഒരു കുടുംബം നോക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അതെ. അതിനിടയ്ക്കും ഈ പറഞ്ഞ പോലെ പുതിയൊരാൾ വരുമ്പോൾ അവരനുഭവിക്കേണ്ടതായ രീതി എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ചെറിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ ബുദ്ധിമുട്ട് എന്തൊക്കെ തരത്തിൽ വരുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇതിപ്പോ അരുൺ വൈഗ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീനിയേട്ടൻ പണ്ട് വൃത്തിക്ക് വരവേൽപ്പിൽ കാണിച്ചിട്ടുണ്ട്, വെള്ളാനാളുടെ നാടിൽ കാണിച്ചിട്ടുണ്ട്, ദാക്ഷാണി ബിസ്ക്കറ്റ്, വെള്ളാനാളുടെ നാട്, മിഥുനും മറ്റേ വരവേൽപ്പും വെള്ളാനാളുടെ നാടും വരവേൽപ്പ് അല്ലെ, 3 പടങ്ങളും ഇത് തന്നെയാണ്. ശ്രീനിയേട്ടന്റെ സ്ക്രിപ്റ്റുകൾ തന്നെ അതൊക്കെ അന്നും ഉള്ളത് തന്നെയാണ്. ഇന്നും വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ വന്നതായിട്ട് തോന്നുന്നില്ല. മാറിയാൽ നല്ലത്. ഇപ്പൊ തന്നെ നമ്മൾ നിങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് ഒരു 10-15 കാറിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10 കാറിൽ 2-3 കാറുകൾ പ്രായമുള്ളവരാണ് ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഇവരുടെയൊക്കെ മക്കൾ എവിടെയാണ്. പലരുടെയും നമുക്ക് പരിചയമുള്ള പല ആൾക്കാരുടെയും മക്കളും അല്ലെന്നുണ്ടെങ്കിൽ അനുബന്ധപ്പെട്ട റിലേറ്റീവ്സൊക്കെ കുറെ പേര് ജർമ്മനി, കുറെ പേര് UK, ഗൾഫ്, മികച്ച സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. അതല്ലാതെ നമ്മൾ ഇവിടെയും കുറച്ച് സംരംഭങ്ങൾ തുടങ്ങാൻ ഗവൺമെന്റ് ബാക്കി എല്ലാവരും കുറച്ച് പിടിവാശികളും കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. ജോണി ചേട്ടാ ഇപ്പം അപ്പൻ റോളുകൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ആ ഒരു സ്ഥാനത്ത് നിന്നിട്ട് കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? ഇങ്ങനെ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തു പോയാൽ രക്ഷപ്പെടും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. എവിടെ ആയാലും ഹാർഡ് വർക്ക് ചെയ്യുക. എന്തിനാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി ഉണ്ടാവണം. നമ്മൾ എന്തിനാണ് പോകുന്നത് അതിനെ എയിം വെച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ എത്തിപ്പെടാൻ പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അല്ല, കാരണം ഇപ്പൊ എല്ലാവരും ഇപ്പം എഞ്ചിനീയർ ആയാൽ ഇന്ന പോലെ, ഡോക്ടർ ആയാൽ ഇന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ബേസിക്കലി എല്ലാവരും വെളിയിലോട്ട് പോകുന്ന നാട്ടിലെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. ഇപ്പം ഒരു ജോലിക്ക് കയറിയാൽ മാക്സിമം പോയാൽ 10-30 രൂപ കഷ്ടിച്ച് കിട്ടും. പക്ഷെ പുറത്ത് പോയാൽ ചിലപ്പം 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം ഫാമിലിയുടെ കാര്യങ്ങൾ തന്നെ മാറും. പക്ഷെ അവരാരും തിരിച്ചു വരാറില്ല. അവിടെ തന്നെ സെറ്റിൽ ആവുക, അവിടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളൊരു ലെവലിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിയുള്ള തലമുറയായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാവത്തില്ല എന്നൊരു മെസ്സേജ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ കേരളം ഫേസ് ചെയ്യുന്നത്? അല്ല, കേരളം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടുന്ന് അവിടെ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി അവിടെ നേഴ്സാണ്. അവൾ ഇവിടുത്തെ ഒരു കൊള്ളാവുന്ന ഒരു IT കാരനെ ഒരു കല്യാണം കഴിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ പോയി പെർമനൻ്റ് വിസയാവും, അവർക്ക് വീടാവും, സിറ്റിസൺ ആവും. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു വീട് മേടിക്കും. പിന്നെ ആ വീട് ലോൺ അടച്ചു തരുന്ന മിനിമം ഒരു 55 വയസ്സാവും. അപ്പോഴേക്കും 3-4 പിള്ളേരൊക്കെ ആവും അവരുടെ പഠിപ്പീര്. പിന്നെ 2 പേരെ പറ്റുമെങ്കിൽ വീട്ടിൽ കൊണ്ട് വല്യമ്മച്ചനെയും വല്യപ്പനെയും കൊണ്ടൊക്കെ ആക്കും. അപ്പോൾ അവർക്ക് ഒരു അവസാനം അറബി കുട്ടിക്കൊണ്ട് സ്കൂളിൽ വിടുക. ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു ഞാൻ പറഞ്ഞില്ല ഒരു സൈക്കിളിങ്ങാണ് നടക്കുന്നത്.
അത് നമുക്കൊരിക്കലും എന്താ പറയുക, നമ്മുടെ ഇതായിപ്പോയി. അത് ആസ്വദിക്കുന്നവരും ഉണ്ടാകാം. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കതിനുള്ള അതാണ് ഞാൻ പറഞ്ഞ ആ രീതിയിലേക്ക് നമ്മുടെ മൊത്തത്തിൽ കാര്യങ്ങൾ വളരണം. ആ രീതിയിലേക്കുള്ളൊരു വളർച്ചയിലേക്ക് നമ്മുടെ നാട് എത്തണം. അതിനുള്ള യാത്രയിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എത്തിയാൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇവിടം വിട്ട് പോകണമെന്ന് എന്തായാലും നമുക്ക് നാട് വിട്ടു പോയി ഇവിടെ ഒന്നും വേണ്ട, ശരിയാവില്ലെന്ന് ഞാനും പോകുന്നവരുണ്ടല്ല. അവിടെ ചെന്നാൽ ബെറ്റർ സൗകര്യം, നല്ല സാലറി, നമ്മൾ ഒരാൾ പോയി പണ്ടൊക്കെ കഴിഞ്ഞാൽ ഒരു ഗൾഫിലേക്ക് ഒരാൾ പോകുമ്പോൾ 2-3 പെങ്ങന്മാരുണ്ടാവും, അവരെ കെട്ടിച്ചേക്കണം, അനിയന്മാരെ പഠിപ്പിക്കണം, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളായിട്ടാണ് ഒരൊറ്റ ഒരാളാണ് പോയിട്ടൊരു വീട് രക്ഷിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ഇന്ന് അങ്ങനല്ല. ഇന്ന് 2 പേരെ ഉള്ളെങ്കിൽ 2 പേരെ വിടുക. ഈ പണ്ടൊക്കെ നമ്മൾ പറയാമല്ലോ, ഒരു ചേട്ടനുണ്ട്, അയ്യോ ആ ജോസൂട്ടി എന്തല്ലേ ഇറങ്ങുന്ന അറിയാം, 3 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു, മറ്റേ ഡ്രൈവറാ, എന്നിട്ട് പോലും അവൻ ഇതെല്ലാം ചെയ്തെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷെ ഇപ്പം എങ്ങനെ? ഇപ്പം 2 പേരുണ്ടെങ്കിൽ 2 അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടാവും, എന്നാലും 2 പേരെ പുറത്തോട്ട് വിടും. നമ്മളൊന്നും വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് അന്നൊക്കെ, അല്ലേ, ഓരോരുത്തർ പുറത്ത്. ഇന്ന് മാർഗ്ഗം ഉണ്ടെങ്കിൽ എല്ലാവരും പുറത്തു പോയാൽ മതി എന്നങ്ങ് തീരുമാനിച്ചേക്കുക. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് സത്യം ഞാൻ തുറന്ന് പറയാം, എനിക്ക് ഇവിടെ നിൽക്കാൻ നല്ല താല്പര്യം. പിന്നെ ഒരിക്കലും പിള്ളേർ അവിടെ പോയി പഠിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ പോയി നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിച്ചോ, പക്ഷെ അവർ പഠിച്ചതിൻ്റെ ഗുണം കിട്ടേണ്ടത് നമ്മുടെ നാടിനാണ്. അവരിവിടെ വന്ന് നല്ല ഉദ്യോഗം ചെയ്യണം. ആ ഇത് വെച്ചിട്ടല്ലേ? ഇങ്ങനെയുള്ള നിലവിൽ ഇങ്ങനെ സാധിക്കുമോ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് തന്നെ മുഴുവൻ ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ പിന്നെ ആള് സിനിമ എടുക്കുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ല, ഒരിക്കലും അത് പ്രാക്ടിക്കലല്ല. ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാക്കുക എന്നുള്ളതാൽ ഒരിക്കലും പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായതായിട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷേ ചില കാര്യങ്ങളുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ ഞാൻ 95 സിനിമ എടുത്ത ആളാണ്. 95 മുതൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സിനിമയിൽ വന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട് ചില പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. ഇപ്പം ഇപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് ഒരു കൺസെപ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ എല്ലാവരും കാണണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൊഡ്യൂസേഴ്സിലുള്ളവരെ, ഞങ്ങൾ 3 പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സജീവ്, ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൊമേഴ്സ്യലി ചിലപ്പോൾ ഇത് വയബിൾ ആകുമോ എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ ആവില്ല. എന്നാലും ഒരു സതുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊടുത്തിട്ട് അതിൽ ഒരു കുറച്ച് കോംപ്ലിമെൻ്ററി ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ആ ടിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് സിനിമ കണ്ടു. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. രക്ഷാധികാരി ബൈജുവും ഞാനതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പോൾ അതിലും ഇതുപോലെ ഇത് കിട്ടിയെങ്കിലും അതിലും വലിയ ഒരു എനിക്കൊരു ഈ സിനിമയിലൂടെ എനിക്കൊരു സന്തോഷമുണ്ടായി. അതായത് ഞാനൊരു 3-4 തിയേറ്ററുകളിൽ ഈ സിനിമ ആളുകളോടൊപ്പം ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷേ ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ തിയേറ്ററുകളിലും സിനിമ കഴിയുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഷോ നടത്തി. പൊളിറ്റിക്കൽ ഫിഗേഴ്സും അവിടുത്തെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഏരീസ് ഫ്ലെക്സിൽ. ഇതേ അനുഭവമായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് കൈ തന്നു, വെൽ ഡൺ, നല്ലൊരു ജോബ് എന്നുള്ള രീതിയിൽ ആ ഒരു അപ്രീഷിയേഷൻ പണത്തേക്കാൾ ഉപരിയാണ്. അതുപോലെ വരുന്ന കോൾസ് പുറത്തുനിന്നും എല്ലായിടത്തും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കോൾസ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. പുറമെ താങ്കളൊരു ഡയലോഗ് കൊടുക്കുക, അതിന് ഒരു കാര്യത്തോടെ
അതായത് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പണ്ട് പേരുകൾ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താണ് അതിൻ്റെ ഇഷ്യൂ ആയത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താണ് ഈ ജാനകി എന്നുള്ള പേര്? അല്ലാതെ സീതാദേവിയുടെ പേരായതുകൊണ്ടാണ് അല്ലേ? അപ്പം നമ്മൾ പണ്ട് മുതലേ നമുക്കറിയാം, ഇപ്പം എല്ലാ മതത്തിലും ഈ പിന്നെ ദൈവങ്ങളുടെയോ പുണ്യാക്കന്മാരുടെയൊക്കെ പേരായിരിക്കും ഇടുക അല്ലേ? ഇപ്പോൾ ഇവിടെ അല്ലേ, മേരി, ഈശോ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ക്രിസ്ത്യൻ ഇതിലാണ്. മറ്റേ ഉണ്ണികൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് അതുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളിലും, ലാലേട്ടനായാലും മമ്മൂക്കയായാലും ചെയ്തേക്കുന്ന എല്ലാ വേഷങ്ങളിലും ഒരു ദൈവത്തിൻ്റെ പേര് തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളുകളുടെ പേര് തന്നെയാണ്. ഞാനും ഒരു ദൈവത്തിൽ ജോണോ ജോണി എന്നൊക്കെ ആയിരിക്കും, ഫ്രാൻസിസ് എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഭയങ്കര കുഴപ്പമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ബിജു, അരുൺ, റോണി, അങ്ങനെയുള്ള പേരുകളുണ്ടല്ലോ. അങ്ങനെ പേരുകൾക്ക് വേണ്ടി ഒരു സൈറ്റിന് തുടങ്ങും. ഇവരുടെ ഒന്നും അല്ലാത്ത പേരുകൾ, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പേരുകൾ എന്നും പറഞ്ഞ സൈറ്റ് തുടങ്ങും. നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, ക്യാൻസർ വന്നു വെച്ചിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഒന്ന് കീമോ ചെയ്യണം, അല്ലെ കരിക്കണം, അല്ലെ മരിക്കണം. അത്രയേ ഉള്ളൂ. അനുഭവിക്കുക, വേറൊന്നും പറയാനിരിക്കില്ല. ചിന്തിക്കുക, പ്രതികരിക്കുക, അല്ല എന്നെ പറയണം. പക്ഷേ അവർ തന്നെ ആരായാലും അവരായിട്ട് വലിയ പ്രവർത്തിക്കുന്നവരല്ലേ ചിന്തിക്കണം. അല്ലെങ്കിൽ വലിയ കുഴപ്പമല്ലേ, ഭയങ്കര പണ്ടത്തരമല്ലേ. എന്തായാലും അരുണും റോണിയൊക്കെ സേഫാ. ഓക്കെ. ജോൺ ചേട്ടൻ പറഞ്ഞല്ലേ, ഒരു സീനിയർ ഇവിടെ തൃശ്ശൂരുണ്ടായിരുന്ന ഡോക്ടർ പ്രവീൺ എന്ന പുള്ളിയുടെ പേര്. ഇപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളോട് പോയി കഴിഞ്ഞപ്പോൾ പട്ടി കിടന്ന് ഭയങ്കര കുര, അൽസേഷൻ പട്ടി കിടന്ന് ഭയങ്കര കുര. പുള്ളി കൊങ്കിണിയാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് എന്തോ പട്ടിയുടെ അടുത്ത് പറഞ്ഞു, മറ്റേ രണ്ടു തവണ പറഞ്ഞു. അപ്പോൾ പട്ടി കുര നിർത്തുന്നില്ല. അപ്പോൾ പുള്ളി ആകെ ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നു, പുള്ളി പട്ടി കുര നിർത്തുന്നില്ല. പക്ഷെ പുള്ളിയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും കൊങ്കിണി സംസാരിച്ചു. എന്തോ സംസാരിച്ചിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രവീണിന്റെ ഫാദർ പെട്ടെന്ന് വെച്ചാല് റോണി കുര നിർത്തി. ആ പട്ടിയുടെ പേര് റോണി എന്നായിരുന്നു, മനസ്സിലായി? അപ്പോ റോണിയൊക്കെ ഡേഞ്ചറാ. അല്ല, റോണി ബിജു സേഫ് ഒന്നുമല്ല, റോണിയൊക്കെ ഡേഞ്ചറാ. റോണി, റോക്കി, ടിപ്പു ഒരു അല്ല പറഞ്ഞത്, പേരിലൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോ ചില പ്രാവുകൾക്ക് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പ്രാവിനെ ജാനകി എന്ന് കേട്ടിട്ടുണ്ട്, മസക്കലി എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സീതാദേവിയുടെ പേര് ജാനകി എന്നുള്ള പേര് ഇടാൻ പാടില്ല, ആ പര്യായങ്ങൾ ഇടാൻ പാടില്ല. നമ്മളിപ്പോൾ എന്താ ജോണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കരിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു. ജോണിച്ചേട്ടൻ ഒന്നും പറയാനില്ല. നീ വെറുതെ വളച്ചൊടിക്കല്ലേ കാര്യങ്ങൾ. നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ കാര്യങ്ങളും പറഞ്ഞു മാറ്റി. നിങ്ങൾ എപ്പോഴും ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ 60 പേര് വരും, ഇത് 2 പേര് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. മോനാണ് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ PSC ഒക്കെ റെഡിയാക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ ഇരിക്കുക. 2 പേര് ചോദിക്കും, അല്ല നിങ്ങൾ അവർ ആരും ഒരു ചോദ്യം ചോദിക്കില്ല. സ്ക്രിപ്റ്റ് റൈറ്ററോട് ഒരു ചോദ്യം. ഓരോ കേരളീയനും ഓരോ ഭാരതീയനും കാണാൻ ഇഷ്ടപ്പെടുന്ന, സ്വപ്നത്തിൽ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. ക്ലൈമാക്സ് സീനും ഇൻട്രോ സീനും അത് തന്നെയായിരുന്നു. ആ തോട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? അല്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ നമ്മളൊരു ഫാമിലിയിൽ ഒരു അപ്പൻ മകൻ്റെ അടുത്ത് കഥ പറഞ്ഞ് തുടങ്ങി ഒരു വീട്ടിൽ നിന്ന് ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മുടെ സബ്ജക്റ്റ് എത്തുന്നത്. അറിയാലോ, ടോണി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അയാൾക്ക് അറിയാവുന്ന ആകെയുള്ള കാര്യം എൻ്റെ അപ്പനെ കൊണ്ട് എൻ്റെ ആഗ്രഹം സമ്മതിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാമായി എന്നാണ് ആ ക്യാരക്ടർ ചിന്തിക്കുന്നത്. പക്ഷെ അയാൾ ചിലപ്പോൾ അപ്പൻ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ പുറത്തോട്ട് വിടാൻ നിർബന്ധിക്കുന്നത് ആളുടെ എക്സ്പീരിയൻസ് ആണ് ലൈഫിലെ. ഇവിടെ ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്, ഈ പ്രശ്നങ്ങളൊന്നും നേരിടാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നുള്ള ഉൾബോധ്യം പുള്ളിക്ക് നേരത്തെ ഉള്ളതുകൊണ്ടായിരിക്കും അവൻ അവിടെ പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ച് അവൻ്റെ ഇഷ്ടം അപ്പൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്നൊരു തോന്നലാണ്. അവിടെ നിന്ന് അവനവൻ്റെ സുഹൃത്തുക്കളും കൂടി ഇതുപോലത്തെ ഒരു സംരംഭം, നേരത്തെ പറഞ്ഞുള്ള വരവേൽപ്പായാലും ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. എല്ലാവരും മോശക്കാരാണെന്നല്ല പറഞ്ഞത്. ഇപ്പം ഇന്നലെ
നമ്മുടെ മുൻ എം പി ശ്രീ എ എം ആരിഫ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പല പല ട്രേഡ് യൂണിയനുകൾ പല ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജനറലൈസ് ചെയ്യണല്ല. അപ്പോൾ ആ കാര്യങ്ങൾ അവൻ പിന്നീട് അറിയണത്, പക്ഷേ അതവൻ എഫർട്ട് എടുത്ത് അതിനെ മറികടന്ന് അപ്പോൾ അപ്പൻ പറയുകയാണെങ്കിൽ ഈ ചങ്കറപ്പുള്ളവനാണെങ്കിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ളിടത്ത് അവന് പ്രതികരിക്കാൻ തോന്നണം. അതിൻ്റെ ക്ലൈമാക്സിന് തൊട്ട് പിന്നെ CM വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ശബ്ദം ഒരുപാട് പേര് ശബ്ദമാകുമ്പോൾ തീരുമാനം ഉണ്ടാവുന്നു. ആ തീരുമാനം വളരെ പോസിറ്റീവായിട്ട് കാണിച്ചാലേ നിങ്ങൾക്ക് ഒരു പടം തീർന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇതാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് എത്തിയത്. ഞാൻ ഉദ്ദേശിച്ചത് 3 മുന്നണികളും ഒരുമിച്ച് വരുന്ന ഒരു സീനാണ് ഉദ്ദേശിച്ചത്. 3 മുന്നണികളും ഒരു പൊതു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു സീൻ, അത് നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കുന്ന മാത്രമായ ഒരു സീനാണ്. ആക്ച്വലി മൈഗ്രേഷനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു തോട്ടിനെ ആയിരുന്നില്ലേ? ഉറപ്പായിട്ടും അങ്ങനെ നിന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അവർ 3 പേരും ഒന്നും ഒരുമിച്ച് നിന്നിട്ടില്ലെന്നുള്ളത്. ഇവിടെ പ്രളയം സംഭവിച്ചു അല്ലെങ്കിൽ കോവിഡ് സംഭവിച്ചു, ആ സമയത്ത് അതിൻ്റെ ആദ്യത്തെ സമയങ്ങളൊന്നും ഒരു മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു ജാതി മതം ഉണ്ടായിട്ടുള്ള ഒരു അമ്പലങ്ങളിൽ മുസ്ലിംസ് ആയിട്ടുള്ള സഹോദരങ്ങൾ അവിടെ പോയി താമസിക്കണു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. മുഖ്യമന്ത്രി പറഞ്ഞ ശ്രീ പിണറായി വിജയൻ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നമ്മളെല്ലാം കൂടി ഇറങ്ങുമല്ലേ എന്ന് ചോദിച്ചൊരു ഡയലോഗുണ്ട്, വളരെ പ്രസക്തമായിരുന്നു. അത് ചെളി പോലെ. അന്ന് ഒരു പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ആ ഒരു തോട്ടാണ് ഞാൻ എടുത്തത്. ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും മലയാളികൾ. പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അതിനെ വേർതിരിക്കലും കാര്യങ്ങളുണ്ടായത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ മഹാമാരിയായിട്ട് തന്നെയാണ് നമ്മൾ ആ പടത്തിൽ പ്രസന്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും അത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവിടെ കോവിഡും പ്രളയവും സംഭവിച്ചപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. അതുപോലത്തെ ഒരു മഹാമാരി, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പഠിച്ചത് BSc ഫിസിക്സ് ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെ ഈ ഒരു ഇതിൽ നിന്ന് എനിക്കിഷ്ടമുള്ള ഒരു പ്രൊഫഷൻ എങ്ങനെ ചൂസ് ചെയ്ത് അതിലെങ്ങനെ എസ്റ്റാബ്ലിഷ് ആവും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. പക്ഷേ എനിക്കറിയാവുന്ന പലരുമുണ്ട്, അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് പേഴ്സ്യൂ ചെയ്യാൻ പറ്റാതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് അനുസരിച്ച് വഴങ്ങുന്ന കുറേ കുട്ടികൾ ഞങ്ങളുടെ ജനറേഷനിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പോപ്പുലേഷനെയാണ് നമ്മൾ ആ സിനിമയിൽ ആ യൂത്തിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അതായത് സ്വന്തം കാലിൽ നിന്ന് അവരിഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ ചെയ്ത് അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. പക്ഷേ കുറച്ച് സത്യം പറഞ്ഞാൽ മിസ്കൺസെപ്ഷൻസ്, പുറത്തു പോയാൽ രക്ഷപ്പെടുള്ളൂ എന്ന് കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അങ്ങനെയല്ല, പുറത്തു പോയാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നല്ല. പുറത്തു പോയി രക്ഷപ്പെട്ടവരുണ്ടാവാം, രക്ഷപ്പെടാത്തവരുമുണ്ട്. ആ ഒരു റിയാലിറ്റിയാണ് നമ്മൾ ആക്ച്വലി ആ സിനിമയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു യൂത്തിന് ആ ഒരു റിയാലിറ്റി ചെക്ക് ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പ് സ്റ്റാറ്റസും അതിൽ കാണുന്ന പോസ്റ്റിലും ഫോട്ടോസിലോ അതല്ല സത്യം, അതല്ല യാഥാർത്ഥ്യം. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, പക്ഷെ അത് പലരും പുറത്ത് പറയാത്തതാവാം. പക്ഷേ ഇപ്പോഴത്തെ പല കുട്ടികളും അവരുടെ ഇൻസ്റ്റാഗ്രാം പടങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഭയങ്കര ജോളി, ഭയങ്കര ഫൺ, എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ്റെ പുറത്ത് പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് എനിക്ക് തോന്നുന്നു ആ യൂത്ത് എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇല്ല, എനിക്കിത് ഒരു സിറ്റുവേഷൻ വന്നതാണ്. US ഇതേപോലെ ഞാനൊരു ഡാൻസറാണ്. അപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാനായിട്ട് ഒരു ഡാൻസ് ഇൻസ്ട്രക്ടറായിട്ട് എനിക്കൊരു ഓഫർ വന്നു. പക്ഷെ ആ സമയത്താണ് ഞാൻ UK ഓഡിഷൻ കൊടുത്തത്. അപ്പം എന്നെ സംബന്ധിച്ചത് ഐറണിയാണ്. ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടറും എൻ്റെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. സോ കിട്ടിയാലും ഞാൻ പോവുമായിരിക്കാം, പക്ഷെ ഞാൻ അവിടെ അങ്ങനെ സെറ്റിൽ ആവാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുമായിരുന്നു നിങ്ങളടുത്ത്, മോസിയുടെ ഫസ്റ്റ് പ്രസ് മീറ്റാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ആദ്യത്തെ പ്രസ് മീറ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ മോസിനോട് എന്തെങ്കിലും ചോദിക്കണം എന്ന് പറയാതിരിക്കുമായിരുന്നു. മോസി പറ. അല്ല, എനിക്കിതേപോലെ 2019 കൊറോണക്ക് മുന്നേ ഒരു നല്ല ഓഫർ വന്നതാണ് UK. അവിടെ ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവനൊരു
അവൻ എന്നോട് പറഞ്ഞടാ ഒന്നും നോക്കണ്ട, നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ പൊളിക്കാന്നും പറഞ്ഞിട്ടാണ് അവൻ എന്നെ വിളിച്ചത്. പക്ഷേ സിനിമയായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ 2017 എൻ്റെ ക്യൂവിന് ഇറങ്ങി. പിന്നെ 2019 മുതൽ നമ്മൾ അനുരാഗം, ഞാനും അശ്വിനും അനുരാഗം എന്ന് പറഞ്ഞൊരു സിനിമയുടെ പരിപാടിയിലായിരുന്നു. ആ സിനിമ 2020 സംഭവിക്കേണ്ടതായിരുന്നു, അത് 2023 പിന്നെ റിലീസായപ്പോൾ. പിന്നെ എനിക്ക് പുറത്തോട്ട് പോകാൻ ഒരു ആഗ്രഹമില്ല ബ്രോ. എനിക്ക് ഇവിടെ നിന്നാൽ മതി. എനിക്കിപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ 18, 19 എത്ര അടവ് വേണമെങ്കിലും ഞാൻ ശ്രമിച്ച അവസാനം ഇവിടെ ഒരു രക്ഷയില്ല എന്ന ഓപ്ഷൻ വന്നാൽ ഞാൻ അവസാനം ഓക്കെ എന്നാൽ പിന്നെ അവിടെ പോയാലേ രക്ഷയുള്ളൂ എന്ന മൊമെൻറ്റിലേ ഞാൻ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അതാണ്. തീർച്ചയായിട്ടും ഞാനത് ഇതിനു മുമ്പ് നടന്ന പല ഇൻ്റർവ്യൂവിലും ഞാനെന്ന് പറഞ്ഞു, ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ശരി ഓഫ് കോഴ്സ് ഇതൊരു ബിസിനസ്സാണെന്ന് ഞാൻ പറയില്ല. നമ്മൾ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കും. അതിലുപരി നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് പ്രൊഡക്റ്റ് ആയാലോ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയാകുമ്പോൾ അത് കണ്ടിട്ട് ആളുകൾ നല്ലത് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പം അതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനതിൽ വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ്. സിനിമ ഒരു ബിസിനസ്സായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ 2017 രക്ഷാധികാരി ബൈജു ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, എന്നിട്ട് സബ്ജക്റ്റ് അപ്പോൾ അതാണ് സിനിമയായത്. അപ്പോൾ ഇതിൽ ഒരു അഫ്കോഴ്സ് ഫൈനാൻഷ്യൽ ഇതുണ്ട്. അപ്പോൾ തീർച്ചയായും അതുകൊണ്ടാണല്ലോ അതൊരു കൊമേഴ്സ്യൽ രീതിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്ററി ആയിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാ കൊമേഴ്സ്യൽ ചെരുവകളും കൂടി ചേർത്ത് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ മോൾ UK ഞാൻ അവളോടൊരു വീഡിയോ ഒക്കെ എടുത്തിടാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. കാരണം അവളവിടെ ഹാപ്പിയാണെന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം ഞാനീ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളിൽ ഇപ്പം ഇവിടെ എന്തുകൊണ്ടൊരു ഇത് കണ്ടെത്തിക്കൂടാന്ന് പറഞ്ഞിപ്പം മനോരമയുടെ ഇന്നോവേറ്റ് എന്നും പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് കണ്ടെത്തിയ പിള്ളേർ ഒരു 21 ജോണി ഓർമ്മയില്ലേ, ഒരു 3 പിള്ളേർ, അവർ 21 വയസ്സുള്ള 3 പിള്ളേർ ചേർന്ന് അവർ പ്രൊഡക്റ്റ് കണ്ടെത്തി. ഫുൽവേ എന്നാണ്, അൽവ, കോഴിക്കോടൻ അൽവ വെച്ചിട്ട് അവർ ഫുൽവേ ആക്കിയിട്ട് അത് വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്ത് അവർ ഭയങ്കര സക്സസ്ഫുള്ളാണ്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊതി വരും. നമുക്കൊരു സാമ്പിളൊക്കെ തന്നു. ഞങ്ങൾ അവരുമായിട്ട് ഈ കൺസെപ്റ്റുമായിട്ട് ചേർന്നുകൊണ്ട് അവരുമായിട്ട് ചേർന്ന് നമ്മൾ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിപ്പോൾ എപ്പിസോഡുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേർ 21 വയസ്സ് 22 വയസ്സുള്ള പിള്ളേരാണ് നല്ല ഐഡിയാസ് കണ്ടെത്തി. ഇതുപോലെ അവർ ഈ പ്രായത്തിൽ തന്നെ ഒരു മില്യനേഴ്സാണ്. പിന്നെ വേസ്റ്റ് പ്രൊഡക്റ്റിൽ നിന്നും ഒരു കൺസെപ്റ്റ്, അങ്ങനെ കുറേ 10-20 കൺസെപ്റ്റുകൾ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അവർക്ക് മനോരമ എന്തൊക്കെയോ ലോൺസും അത് അല്ലാതെ സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ ഡെഫിനറ്റ്ലി ഇവിടെ സാധ്യതകളുണ്ട്, നമ്മളത് കണ്ടെത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ പൂവിൻ്റെ ഒരു സംഭവം നമ്മളതൊരു സിംബോളിക്കായിട്ട് പറയുന്നൊരു കാര്യമാണ്. അല്ലാതെ നാളെ എല്ലാവരും ചെറുപ്പക്കാരെല്ലാം കൊണ്ട് കൃഷി നടത്തി ജമന്തിപ്പൂ കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്ന നടക്കത്തില്ല. അതൊരു സിംബോളിക്കലായിട്ടുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ്. പിന്നെ ഈ ശമ്പളത്തിൻ്റെ കാര്യം എൻ്റെ മോൾക്ക് അവൾ പറയുന്നുണ്ട് അവൾക്കൊരു 4-5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, പക്ഷെ ₹1 സേവ് ചെയ്യാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ആർക്കും അറിയാത്തൊരു റിയാലിറ്റിയാണ്. നമുക്കിവിടെ ഒരു 60,000 രൂപ ശമ്പളമുണ്ടെങ്കിൽ അത് ഈക്വലൻ ടു 5 lakhs in UK. നല്ല കൊള്ളാവുന്ന ഒരു ചെറിയ റൂം, അതിൻ്റെ വാടക, പിന്നെ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, ഭക്ഷണം, ഇതെല്ലാം കഴിച്ചു വരുമ്പോൾ ₹1 സേവ് ചെയ്യാൻ കാണത്തില്ല. പിന്നെ എന്തിനാണ് പോകുന്നത്? അപ്പോൾ അതൊക്കെ നമ്മൾ അവയർനെസ് ഉണ്ടാവണം. അത് ഞാൻ പറഞ്ഞ് മീഡിയാസ് അവയർനെസ് കൊടുക്കണം. ഇതൊരു അവിടുത്തെ എന്തോ മോൻ UK-യിലാണ്, മോള് UK-യിലാണെന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ 20 വർഷം ഗൾഫിൽ ജോലി ചെയ്തതാണ്, പക്ഷെ ആ കാലത്തും ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കറൻസി വാല്യൂ അവിടുത്തെ നോക്കുമ്പം അന്ന് ഞാൻ പറയാം, ഞാൻ 20 വർഷം ജോലിയോട് ഞാൻ നല്ല രീതിയിൽ ഞാൻ സമ്പാദിച്ചു. അപ്പോൾ എൻ്റെ ഫാമിലി എല്ലാ രീതിയിലും രക്ഷയൊക്കെ, അപ്പോൾ അത് അന്ന് നടന്നിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സിറ്റുവേഷൻ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ സാധ്യതകൾ കണ്ടെത്തണം, അവരുടെയൊക്കെ കഴിവുകൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പോൾ അത് നന്നായിട്ട് വരണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും മീഡിയാസ് എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാനത് അരുണിൻ്റെ അടുത്തും പറഞ്ഞത് ആ ഒരു ഇതായിരിക്കും, മെസ്സേജ് ആയിരിക്കണം നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. താങ്ക് യു.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളതെ അതെ ജോണി എല്ലാം പറയാനുണ്ട്. അല്ല മാക്സിമം ഞാൻ പറഞ്ഞ ആളുകളിൽ എത്തിക്കുക, മാക്സിമം എല്ലാവരും കാണുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും നമുക്കും എല്ലാം എല്ലാ ആഘോഷം തന്നെ, ഇതും ഒരു ആഘോഷമാണ്. ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഈ സിനിമയിലെ നായകൻ രഞ്ജിത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. പുള്ളിയുടെ പാഷൻ ഇതായതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഇമ്മൻസ്ലി നല്ല ചുറ്റുപാടുകളുള്ള ഒരാൾ അവിടെ ഒരു 10,000-6,000 പേരുള്ള ഒരു കമ്പനിയിൽ കസേരയിൽ ഇരിക്കാൻ സാധ്യതകൾ വിളിച്ച് ഇരിക്കണമെന്ന് പറഞ്ഞ ആൾ അത് കളഞ്ഞിട്ട് എൻ്റെ പാഷൻ ഇതാണ്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അതാണ് എൻ്റെ പാഷൻ, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് ഫോക്കസ് മലയാള സിനിമ. വേറെ ഇപ്പോൾ തമിഴൊരു സിനിമ വന്നിരുന്നു, സൺ മൂവീസിൻ്റെ ഒരു പോയി അത് അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഇനി മേലാൽ ഞാൻ അങ്ങോട്ട് പോയില്ല, എനിക്ക് മലയാളത്തിൽ തന്നെ അഭിനയിക്കണം, ഇതെൻ്റെ പാഷനാണ്. ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഞാൻ സക്സസ്ഫുൾ ആവുമെന്ന് പറയുന്ന ഒരാളാണ് രഞ്ജിത്ത്. അപ്പോൾ അങ്ങനെ ഒരു നായകൻ കൂടിയാണ് നമ്മുടെ ഈ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിലെ രഞ്ജിത്ത് സജീവ്. ഓക്കെ, ഇനി എന്തെങ്കിലും അലക്സാറും ജോണി ചേട്ടനും അരുണും പറഞ്ഞൊക്കെ തന്നെ. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഉള്ളൊരു നല്ല ടെക്നിക്കലിയും വിഷ്വലിയും ഒക്കെ നല്ലൊരു സിനിമയാണ്. അപ്പോൾ അതിന് അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറഞ്ഞ തന്നെ റിവ്യൂ ചെയ്യുന്നവർക്ക് അവർ ആദ്യമേ പറയുന്നുണ്ട്, എല്ലാ റിവ്യൂസും ആദ്യം പറയുന്നുണ്ട് അതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്, അവർക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാം. കാരണം അവരും ഇതുപോലെ തന്നെ അവർക്കും അതിന് സ്വാതന്ത്ര്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. കണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അല്ലല്ല അതിന്റെ അല്ലല്ല ഒരിക്കലല്ല. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സീനിൽ ഒരാൾ എങ്ങനെ കരയണം എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കുന്നത്, ആ പടത്തിന്റെ ഡയറക്ടറാണ്. അത് ചേട്ടനോടൊപ്പം തന്നെ നിൽക്കുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയുള്ളൊരു നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു സീനിൽ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത്, ഞാൻ മോശമായിട്ട് അഭിനയിച്ചു. ഞാൻ 2018 എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് ഞാൻ ജൂഡിനോട് ചോദിച്ചു, ജൂഡ് ഇത്രയും ചെയ്യണോ? ചേട്ടാ അത്രയും ചെയ്യണമെന്ന് പറഞ്ഞ് ആ പടത്തിന് ഒരുപാട് കയ്യടിയും പ്രശംസ നേടിയ ഒരാളാണ് ഞാൻ ആ ക്യാരക്ടറിന്, കുറുക്കൻ കളിറ്റസ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺവിക്ഷൻ ഞാൻ ചെയ്തു. അത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച് ചെയ്തു. ഒരു പടത്തിൽ ഒരു കഥാപാത്രം എങ്ങനെ എത്ര ചെയ്യണം, അത് ഏത് രീതിക്ക് ചെയ്യണം എന്ന് തീർച്ചയായിട്ടും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ ചെയ്യാൻ നമുക്ക് പ്രതിഭയുള്ളവരായിരിക്കണം. അല്ലാതെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഡയറക്ടറാണ് തീരുമാനിക്കുക, നമ്മളല്ല. അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വരണം അതിനകത്ത്? അപ്പൊ അത് ജോണിച്ചേട്ടൻ പറഞ്ഞതിനോട് തന്നെ അത് ഇങ്ങനെ ഇന്ന ആൾ ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ അഭിനയിക്കണം തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകനും ആ നടനും അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ ആക്ടർ അവർക്കും ഒരു മീറ്റർ ഉണ്ടാവും. അതനുസരിച്ച് ആ ഫ്രീക്വൻസിലാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ അശ്വതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ പുള്ളിയുടെ എല്ലാ പരിപാടിയും കാണുന്നതനുസരിച്ച് ചിരിക്കാറുണ്ട്. പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ഹാർഷാണ്. അത് പുള്ളിയുടെ ഒരു തനതായ ശൈലിയാണ്. നമ്മൾ ഇങ്ങനെ അദ്ദേഹം പറയാൻ പാടുന്നു, നമുക്കും പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതാണ്. അല്ലാണ്ട് ജോണിച്ചേട്ടൻ പറഞ്ഞത് നമ്മള് നൈസായിട്ട് നമ്മള് ഒരേ റൂട്ടിലായിരുന്നല്ല. ഞാൻ ഇപ്പോഴും അതിനോട് തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് ഉറച്ചിരിക്കുന്ന ഒരു മാറ്റമില്ല. വേറെ എന്തെങ്കിലും കിംവദന്തി വേണമെങ്കിൽ ചോദിക്കാം. തുടങ്ങി പറഞ്ഞു തീർന്നില്ല. എനിക്ക് അത് നീ ഇത്ര നേരം ചോദിക്കാറിയുമ്പോൾ എനിക്ക് അറിയുന്നു നീ ഇങ്ങനെ ഒരു സാധനം ഇടുന്നു. പറഞ്ഞോ. ദിലീപേട്ടന്റെ പടം ഫസ്റ്റ് ദിവസം നെഗറ്റീവ് പറഞ്ഞ പടം അത് പറഞ്ഞ. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമാക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതികരിക്കാത്ത, എന്താണ് അശ്വിൻ ഗോക്കിനെതിരെ എന്താ പ്രതികരിക്കുന്നത്? പക്ഷെ അത് പുള്ളിയുടെ പൈസ കൊടുത്ത് പുള്ളി ടിക്കറ്റ് വാങ്ങി പുള്ളി സിനിമ കാണുന്നത് പുള്ളിക്ക് പറയാൻ പാടില്ല. അത് എന്ത് വർത്തമാനം? അത് പുള്ളിക്ക് പറയാൻ പാടില്ല. പുള്ളി പറഞ്ഞല്ലോ, ഞാൻ ഒരിടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ ആരുടെ ഓസിന് വാങ്ങി കാണുന്ന ആളല്ല, ഞാൻ സൗജന്യമായിട്ട് വന്നില്ല. പുള്ളി അയാളുടെ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സിനിമകൾ പുള്ളി കാണുന്നു. അപ്പൊ അതെന്താ നമ്മൾ പറയുന്നു? അത് വേറൊരു കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കുട്ടി കരയുന്നു, ആ കുട്ടി അടുത്ത സെക്കൻഡിൽ അവൾ ആത്മഹത്യ ചെയ്യുകയാണ് അല്ലേ? അങ്ങനത്തെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ് അത്. ഈ സിസ്റ്റം കാണട്ടെ, ഈ ലോകം കാണട്ടെ. ഇതിൽ കൂടുതൽ അലറി വിളിക്കും അല്ലേ? ഇതിൽ കൂടുതൽ അലറി വിളിക്കും. ഒരു മനുഷ്യൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിൽ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നി. ഞാനിത് കണ്ട് ആദ്യം കാണിച്ചിട്ട് ഒരു കുട്ടിയുടെ പെർഫോമൻസ് കാണിച്ചിട്ട് ഡബിങ്ങിന് മുമ്പ് എന്നെ കാണിച്ചിട്ട് ഞാൻ അരുണേ എന്തായി കുട്ടി കാണിച്ചു വെച്ചാൽ നമ്മൾ അന്തം പെട്ടുപോയി. കാരണം ഒറ്റ സീൻ കൊണ്ട് വർക്കാകണം, ഇല്ലെങ്കിൽ ചീറ്റിപ്പോകും. ഓക്കെ ഇല്ലേ? അപ്പം അവിടെ ഇത് അത് അതിനെ മാൻസിറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിമർശനങ്ങളൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞു. എന്നെയൊക്കെ നല്ലപോലെ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട്. എനിക്കിഷ്ടവുമാണ്.
പക്ഷെ അതൊരു ഒരു വല്ലാതാവരുത്, ഒരു വൈകൃതമാവരുത്, മാനസിക വൈകൃതമാവരുത് വിമർശനം എന്നാണ് എനിക്കത്. എന്തിനാ നമ്മൾ മറ്റേ വല്ലാണ്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്നത്? എന്ത് സുഖം അതിനകത്ത് കിട്ടണേ? നിങ്ങളെല്ലാവരും സിനിമ കണ്ടാണോ ഇരിക്കണേ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട്. നിങ്ങൾക്ക് ആ സീൻ എന്താ തോന്നി? വെറുതെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ചോദിച്ചു അതിന് തിരിച്ചു ചോദിക്കാം. നിങ്ങൾ ഇത്രയും പേര് സിനിമ കണ്ടതിൽ മീനാക്ഷി ആ CMൻ്റെ കാര്യം, ഈ സിനിമയിൽ ഞാൻ കണ്ട 99% ഓഡിയൻസും ആ സീനിൽ ഈ കഴിഞ്ഞ ദിവസം ആളുടെ പേര് പറയല്ല, അദ്ദേഹം വരെ ഇരുന്ന് എൻ്റെ മുന്നിൽ ഇരുന്ന് കരയണ കണ്ട്. അത്രയും ലെജൻഡായിട്ടുള്ള ഒരു ഡയറക്ടർ ആ സീനല്ലേ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്ത്. അതെ, പിന്നെ ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ആ സീൻ ഇത്രയും നിങ്ങൾ മീഡിയാസിൽ ഇത്രയും നിങ്ങൾ സിനിമേനെയൊക്കെ കാണാൻ എനിക്കറിയാം, കുറച്ച് ക്രിഞ്ച് സാധനങ്ങൾ ക്രിഞ്ചായിട്ട് കാണുന്ന ആൾക്കാർ, അത്രയും നിങ്ങൾക്ക് ആ സിനിമയിൽ ആ സീക്വൻസ് ഫീൽ ചെയ്തിട്ട് അതിനെ ആ രീതിയിൽ റിവ്യൂവേഴ്സ് പറഞ്ഞാൽ പിന്നെ അതിന് താഴത്തോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മറുപടി നിങ്ങളിപ്പോൾ പറഞ്ഞു അല്ല, അത് പറഞ്ഞില്ല. ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോശമാണെന്നോ എല്ലാം നല്ലതാണെന്നോ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്, അതൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ സിനിമ പോസിറ്റീവ് സംഭവിച്ചാൽ പിന്നെ നമുക്ക് പോസിറ്റീവ് റിവ്യൂ കിട്ടി കഴിഞ്ഞാൽ സിനിമേനെ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാമെന്നാണ് എല്ലാവരും ശ്രമിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ സീരിയസ്ലി ഇപ്പോൾ പുള്ളി അത് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിൽ ഞങ്ങളും അത് കട്ട് ചെയ്തിട്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് കുറ്റം പറയാനുള്ള അർഹതയില്ല. പക്ഷേ ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി ഒരാളെ വിഷമിപ്പിക്കുക, അത് അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു സാധനം ചെയ്തു, അത് ഈ രീതിയിൽ അഭിനയിച്ച് ശരിയല്ല, എനിക്ക് ആ സ്ഥലത്ത് കണക്ട് ചെയ്യില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഇന്നലെ 50 ദിവസം ഓടി, ഭയങ്കര മോശം റിവ്യൂ ആയിരുന്നു. അത് എത്രയോ ലക്ഷം ആൾക്കാർ കണ്ടിട്ടായിരിക്കാം ആ സിനിമ ഹിറ്റായത്. അപ്പോൾ ആ സിനിമയിൽ പോസിറ്റീവ് ഒന്നുമില്ലേ? ഞാൻ ചോദിക്കണം, പോസിറ്റീവ് ഒന്നുമില്ലേ? പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത പിന്നെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനോട് എനിക്ക് അത് ഒരാളുടെ പേരെടുത്തിട്ട് കളിയാക്കുന്ന രീതിയിലുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ 100 പേരിരുന്ന് കൈയടിക്കില്ല, 80 പേര് അടിക്കില്ല, 20 പേരിൽ ഒരാളാണ് പുള്ളി. അപ്പം അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അയാളത് പറഞ്ഞു. പക്ഷെ ആരെയും പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്തത്. ഇപ്പോൾ അതെ, ആ കൂടെ ഉള്ളവർ ചിരിച്ചാൽ പടം 50 ദിവസം ഓടി, അത്രേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിന് ചിരി വന്നില്ല, അതുകൊണ്ട് ആ പടം പൊളിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മളെ സിനിമയിൽ പുള്ളിക്ക് അത് കണക്റ്റ് ആയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കണക്റ്റ് ആയില്ല, അത് പുള്ളിയുടെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇപ്പം എൻ്റെ 2-3 സുഹൃത്തുക്കൾ വിളിച്ചാൽ എനിക്ക് അത്ര സത്യം വർക്കൗട്ട് ആയില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് 100 പേര് നല്ലത് പറഞ്ഞു. ഞാനപ്പോൾ ആ 100 പേരെ അല്ലെ 97 പേരാണ് ഞാൻ നോക്കുന്നത്. ബാക്കി 3 പേരെ ഞാൻ നോക്കാനുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഇരുന്ന് കണ്ട് ഇതിൻ്റെ കുഴപ്പങ്ങൾ. ഇപ്പോൾ ജോണിച്ചേട്ടൻ ചിലപ്പോൾ ഡയറക്ടറാണ്, ആരും ഇന്ന സ്ഥലത്ത് പാളിച്ചു വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും. ഈ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ അതിനെ ഒട്ടും ആലോചിക്കില്ല. പക്ഷെ ആരും പേഴ്സണലി ഹർട്ട് ചെയ്തത്, ഇപ്പോൾ സാരിക ആയാലും അല്ലെങ്കിൽ മൂസി ആയാലും എന്നെ ആയാലും ക്യാമറമാൻ ആരെയായാലും ജോണി ചേട്ടനെല്ലാവരും പറയണ രീതിയിൽ അതിനെ കളിയാക്കുമ്പോൾ അവരൊക്കെ തുടക്കം പിള്ളേരല്ലേ, അപ്പോൾ അവർക്കത് പെട്ടെന്നൊരു ഇത് തോന്നും. അതിനോ മാത്രം എനിക്ക് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതിന് ഉത്തരവുണ്ട്. മീനാക്ഷിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എല്ലാവരും എടുത്തു പറഞ്ഞാണ്, നിങ്ങളുൾപ്പെടെ. അപ്പം അതിനെ തന്നെ കളിയാക്കുന്ന ആളോട് പിന്നെ അതിൻ്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളെയും കളിയാക്കും. അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. ഓക്കെ.